ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ക്രിയേറ്റീവ് എറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഒരു പീകോക്കിൻ്റെ പെയിൻറ്റിംഗ് ആണ് ഇന്ന് ബോട്ടിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. കണ്ടിട്ട് ഇഷ്ടമാവണമെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രം ഞാൻ ഇനി ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നതിനായിട്ട് ഫസ്റ്റ് തന്നെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറിലെ അക്രിലിക് പെയിൻറ് ഉപയോഗിച്ചിട്ട് ഒരു ബേസ് കോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇപ്പോൾ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പീകോക്കിൻ്റെ പടം ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് പെൻസിൽ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രേസിങ് പേപ്പർ യൂസ് ചെയ്തിട്ട് ട്രേസ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു പടം ജസ്റ്റ് വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മയിലിന് അതിൻ്റേതായ ഒരു അപാകതകളൊക്കെ ഉണ്ട്. പിന്നെ മയിൽ ഒരു മരത്തിൻ്റെ ചില്ലയിൽ ഇരിക്കുന്നത് പോലെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ് ചെയ്യാം. നെക്സ്റ്റ് ഇനി അപ്പോൾ നമ്മുടെ പീകോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു മെറ്റാലിക് സ്കൈ ബ്ലൂ ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കാൻ പോവുകയാണ്. ഔട്ട്ലൈനും അതേപോലെ തന്നെ കുറച്ച് ഭാഗത്തൊക്കെ ഈ സെയിം ബ്ലൂ ഉപയോഗിച്ചിട്ട് തന്നെ ഫില്ലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 218 മെറ്റാലിക് ബ്ലൂ എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു മെറ്റാലിക് ബ്ലൂ ഷെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഡീപ്പ് ബ്ലൂ കളറിൽ വൈറ്റ് കളറിലെ പെയിൻറ് മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുത്താലും മതി. ഈ ഒരു സെയിം കളർ തന്നെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ബോട്ടിൽ ആർട്ട് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസ് കൂടി സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കാം. അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ മയിലിൽ സ്കൈ ബ്ലൂ കളർ ഏകദേശം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മയിൽ പീലിയിൽ ബാക്കിയുള്ള കളേഴ്സും കൂടി ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു ഫില്ല് ചെയ്ത ബ്ലൂവിനുള്ളിൽ കൂടെ ഇപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും അതേപോലെ തന്നെ ഇതൊരു ഓറഞ്ച് ഷെയ്ഡും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എമറാൾഡ് ഗ്രീൻ ഷെയ്ഡും അതേപോലെ തന്നെ ഒരു ലെമൺ യെല്ലോ കളർ കൂടി ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എക്സാക്റ്റ് ആ ഒരു മയിൽപ്പീലിയുടെ ഷെയ്ഡ് തന്നെയല്ല കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇനിയൊരു റഷ്യൻ ബ്ലൂ കളർ ഉപയോഗിച്ചിട്ട് നമ്മുടെ മയിലിൻ്റെ ബോഡിയിലൊക്കെ ജസ്റ്റ് ഒരു ഡിസൈൻസ് ഒക്കെ ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മയിൽപ്പീലിക്കും ഈ ഒരു ഡാർക്ക് ബ്ലൂ കളർ വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മയിലിന് ഓൾമോസ്റ്റ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. കൊക്കിനൊരു മെറൂൺ കളർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ തലയുടെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു ചെറിയ കൊമ്പ് പോലെ ഇല്ലേ, അതും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മയിലിരിക്കുന്ന ചില്ലകളൊക്കെ ഒന്ന് വരക്കാം. അപ്പോൾ ചില്ല വരയ്ക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മെറ്റാലിക് കോപ്പർ ഷെയ്ഡാണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡിൽ മരച്ചില്ല വരയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ലൊരു ഗ്ലേസിങ് ഒക്കെ ആയിട്ട് ഈ ഒരു പെയിൻറ് കൊണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടും. അതേപോലെ തന്നെ ലീഫിനും മെറ്റാലിക് ഗ്രീനാണ് കൊടുക്കുന്നത്. 264 ഗ്രീൻ എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര്. അപ്പോൾ ഈ ലീഫ് കൂടി കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ആ ഒരു നെക്ക് ഏരിയയിൽ മെറ്റാലിക് കോപ്പർ ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ പെയിൻറ് ചെയ്താക്കണേക്ക് നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം ഒരു കൂട്ട് വാർണിഷ് കൂടി അടിച്ചു കൊടുക്കണം. അപ്പോൾ വാർണിഷ് ഞാൻ അടിച്ചു കൊടുത്തു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തില്ല. അപ്പോൾ ഇത് നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ തുടർന്നും ഇതേപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ.